നമസ്കാരം. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. എല്ലാ ശിവക്ഷേത്രങ്ങളിലും അന്ന് വിശേഷ ദിവസവുമാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവന്റെ രാത്രിയാണ് ശിവരാത്രി അഥവാ ശിവമായ രാത്രിയാണ്. ശിവരാത്രി പലരും ആ ദിവസം അഥവാ ശിവരാത്രി ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവരുമാണ്. ശിവപ്രീതിക്കുള്ള 8 വ്രതങ്ങളിൽ ഏറ്റവും മുഖ്യമാണ് ശിവരാത്രി വ്രതം. സകല പാപങ്ങളും നശിപ്പിക്കുന്ന ഈ മഹാവ്രതാനുഷ്ഠാന ഫലമായി കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നിറയും എന്നാണ് വിശ്വാസം. ശ്രദ്ധയോടെയും ശുദ്ധിയോടെയും ഭക്തിയോടെയും ശിവരാത്രി വ്രതം നോൽക്കുന്ന ഭക്തർക്കും ജീവിത പങ്കാളിക്കും ദീർഘായുസ് തന്നെയാണ് വന്നു ചേരുക. ദമ്പതികൾ ഒന്നിച്ച് ശിവരാത്രിയിൽ വ്രതം അനുഷ്ഠിക്കുന്നത് അവരുടെ കുടുംബത്തിൻ്റെയും മക്കളുടെയും എല്ലാവിധ പുരോഗതിക്കും ഏറ്റവും ഉത്തമമായാണ് കണക്കാക്കുന്നത്. അത്രമേൽ പ്രാധാന്യമുണ്ട് എന്ന കാര്യം ഓർക്കുക. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശി ചതുർദശിയോട് ചേർന്നാണ് പ്രദോഷവും ശിവരാത്രി വ്രതാനുഷ്ഠാനവും വരുന്നത്. അതായത് ശിവപ്രീതികരമായ പ്രദോഷവും ശിവരാത്രിയും ഒരുമിച്ച് അനുഷ്ഠിക്കാവുന്ന ദിനങ്ങളാണ് സമാഗതമാകുന്നത്. കുംഭത്തിലെ കറുത്തപക്ഷ പ്രദോഷം ഫെബ്രുവരി 25-നും മഹാശിവരാത്രി ഫെബ്രുവരി 26-നും ആചരിക്കുന്നതാകുന്നു. ശിവക്ഷേത്രങ്ങളിൽ അതിവിപുലമായ മഹാശിവരാത്രി കൊണ്ടാടുന്നതുമാണ്. ഇതോടനുബന്ധിച്ച് വാർഷിക ഉത്സവം ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളിൽ അതിൻ്റെ കൊടിയേറ്റ് ഫെബ്രുവരി 17 തിങ്കളാഴ്ച നടക്കും. ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും 10 ദിവസത്തെ മഹോത്സവമാണ് ഈ വേളയിൽ നടക്കുക. തിരുവാതിരയ്ക്ക് ഉത്സവമുള്ള ക്ഷേത്രങ്ങളിൽ ശിവരാത്രി ആഘോഷം പ്രത്യേകമായി നടക്കുന്നതുമാണ്. ഇനി പരാമർശിക്കാനായി പോകുന്നത് തിഥിയെക്കുറിച്ചാകുന്നു. ചതുർദശി തിഥി ആരംഭിക്കുന്നത് ഫെബ്രുവരി 26 രാവിലെ 11:08 ചതുർദശി തിഥി അവസാനിക്കുന്നത് ഫെബ്രുവരി 27 രാവിലെ 8:54 നിഷിതകാൽ പൂജ ആരംഭിക്കുന്നത് അഥവാ നിഷിതകാൽ പൂജ സമയം വരുന്നത് അർദ്ധരാത്രി 12:27 മുതൽ അർദ്ധരാത്രി 1:16 വരെയുള്ള സമയത്താകുന്നു. ഫെബ്രുവരി 27 ശിവരാത്രി പാരണ സമയം ആരംഭിക്കുന്നത് അതിരാവിലെ 6:59 മുതൽ അതിരാവിലെ 8:54 വരെയാണ്. ഫെബ്രുവരി 27 ഈ ദിവസങ്ങൾക്കും ഈ സമയത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ സമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പരാമർശിക്കാനായി പോകുന്നത് ഐതിഹ്യത്തെക്കുറിച്ചാണ്. പെട്ടെന്ന് തന്നെ ഐതിഹ്യത്തെക്കുറിച്ച് പരാമർശിക്കാം. പാലാഴി മഥനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു. ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാകാതിരിക്കാൻ പാർവതീദേവി പരമശിവന്റെ കണ്ടത്തിൽ മുറുകെ പിടിക്കുകയും വായിൽ നിന്നും പുറത്തു പോകാതിരിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു വായ പൊത്തി പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു. ഭഗവാന് ആപത്തൊന്നും വരാതിരിക്കുവാൻ പാർവതീദേവിയും മറ്റ് ദേവീദേവന്മാരും ഉറക്കമൊളിച്ചിരുന്ന ദിവസമാണ് ശിവരാത്രി എന്നാണ് വിശ്വാസം അഥവാ ഐതിഹ്യം. ഇന്നും ശിവരാത്രി നാളിൽ രാത്രികാലത്ത് ഭക്തർ ഉറക്കമൊളിച്ച് ഇരിക്കുക പതിവാണ്. വ്രതം എടുക്കുന്നവരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. വ്രതമെടുക്കുന്നവർ തീർച്ചയായും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി അഥവാ വ്രതം എടുത്തില്ല എങ്കിൽ പോലും ഇതിൽ പരാമർശിക്കുന്നതായ ചില കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ വീടുകളിൽ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ശിവരാത്രി വ്രതം എടുക്കുന്നവരാണ് എങ്കിൽ തലേ ദിവസം വീട് കഴുകി വൃത്തിയാക്കണം. ഈ കാര്യം മറ്റു വ്യക്തികൾക്കും ചെയ്യേണ്ടതായ അല്ലെങ്കിൽ ചെയ്യുന്നത് ഉത്തമമായ കാര്യമാകുന്നു.
തലേ ദിവസം രാത്രി വ്രതമെടുക്കുന്നവർ അരിയാഹാരം കഴിക്കുവാൻ പാടുള്ളതല്ല. ലഘുവായ ആഹാരങ്ങൾ കഴിക്കാം. ഈ വ്രതം 2 രീതിയിലാണ് എടുക്കുവാൻ സാധിക്കുക. അതിൽ ആദ്യത്തേത് പൂർണ്ണ ഉപവാസമായോ ഒരിക്കൽ ഉപവാസമായോ നിങ്ങൾക്ക് അനുഷ്ഠിക്കാം. ഈ പരാമർശിച്ച 2 രീതിയിൽ നിങ്ങൾക്ക് സാധിക്കുന്നതായ രീതിയിൽ നിങ്ങൾ എടുക്കുക. ആരോഗ്യം പരമപ്രധാനമാണ്. നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച് നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാം. ഒരിക്കൽ നോക്കുന്നവരാണ് എങ്കിൽ ഒരു നേരം അരിയാഹാരം കഴിക്കാം. രാത്രിയോ പകലോ ഉറക്കം പാടുള്ളതല്ല. പഞ്ചാക്ഷരി മന്ത്രം ഈ സമയം നിങ്ങൾ ജപിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാകുന്നു. ഒരിക്കലും രാത്രി ഉറങ്ങാതിരിക്കുവാൻ മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ TV കാണുക, പാട്ട് കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാതെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ പരമശിവനെ സ്മരിച്ചും അഥവാ പരമശിവന്റെ നാമങ്ങൾ സ്മരിച്ച് പരമശിവന്റെ നാമങ്ങൾ ജപിച്ചും ശിവപുരാണം വായിച്ചും നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സമയമാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. വൈകിട്ട് ക്ഷേത്രത്തിൽ പരമശിവനെ അഭിഷേകം ചെയ്ത പാലോ നിവേദിച്ച കരിക്കോ തീർച്ചയായും നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. പാനം ചെയ്യാം. ഒരിക്കലും അത് തെറ്റല്ല. പൂർണ്ണ ഉപവാസം എടുക്കുന്നവരാണ് എങ്കിൽ അതുവരെ ജലപാനം പാടില്ല എന്നാണ് പറയുക. ശിവരാത്രിയുടെ തൊട്ടടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം പാനം ചെയ്ത് വ്രതം നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ശിവരാത്രി ദിവസം മരിച്ചവർക്ക് വേണ്ടി അഥവാ മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി പിതൃബലി അർപ്പിക്കുന്നത് ഏറ്റവും പുണ്യകരമാണ് എന്നും വിശ്വാസമുണ്ട്. ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക. വ്രതാനുഷ്ഠാനം എങ്ങനെ വേണം, അതേക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്നു മുതലാണ് നിങ്ങൾ വ്രതം എടുക്കേണ്ടത്, അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. മഹാശിവരാത്രിയുടെ തലേ ദിവസം കൃഷ്ണപക്ഷ പ്രദോഷം കൂടി വരുന്നതിനാൽ 3 ദിവസം, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇനി അഥവാ നിങ്ങൾക്ക് അപ്രകാരം ചെയ്യുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ തലേന്ന് ഒരിക്കലോടെ മുൻപ് പരാമർശിച്ചതുപോലെ വ്രതം ആരംഭിക്കാം. തലേന്ന് വൈകുന്നേരം അരിയാഹാരം പാടുള്ളതല്ല. ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി ഭസ്മം ധരിച്ച് പഞ്ചാക്ഷരി മന്ത്രജപം നടത്തി ക്ഷേത്ര ദർശനം നടത്തുക. തീർച്ചയായും പരമശിവന്റെ ഈ മന്ത്രം ജപിക്കുന്നത് അത്രമേൽ വിശേഷമാകുന്നു. ശിവരാത്രി ദിനത്തിൽ പൂർണ്ണ ഉപവാസമാണ്. ശിവരാത്രി ദിവസം പൂർണ്ണമായ ഉപവാസമാണ് വേണ്ടത്. ആരോഗ്യപരമായി അതിന് കഴിയാത്തവർക്ക് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള നിവേദ്യമോ കരിക്കൻ വെള്ളമോ പഴങ്ങളോ കഴിക്കാവുന്നതാണ്. മഹാശിവരാത്രി ദിവസം ശിവപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഏറെ ഉത്തമവുമാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് അന്നദാനം. ഭഗവാന്റെ പ്രിയ വൃക്ഷമായ കൂവളം നനയ്ക്കുന്നതും ഭക്തിപൂർവം പരിപാലിക്കുന്നതും ശിവപ്രീതികരം തന്നെയാണ്. രാത്രി പൂർണ്ണമായും ഉറക്കം വിളിച്ചു വേണം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുവാൻ. പിറ്റേന്ന് കുളിച്ച് ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതുമാണ്. മഹാശിവരാത്രി ദിനത്തിൽ ഭക്തിപൂർവം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ നിങ്ങൾ അറിയാതെ ചെയ്തു പോയ പാപങ്ങൾ പോലും നശിക്കും എന്നാണ് വിശ്വാസം. അന്നേ ദിവസം ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കളുടെ അനുഗ്രഹവും ലഭിക്കും എന്നും പരാമർശമുണ്ട്. പ്രദോഷ ദിവസവും ശിവരാത്രി നാളിലും കഴിയുന്നത്ര തവണ ഓം നമഃശിവായ പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾ ജപിക്കേണ്ടതായിട്ടുണ്ട്. ശിവ പഞ്ചാക്ഷര സ്തോത്രം, ബില്വാഷ്ടകം, ശിവാഷ്ടകം, ദാരിദ്ര്യദഹന ശിവസ്തോത്രം, ശിവാഷ്ടോത്തരം, ശിവസഹസ്രനാമം എന്നിവ ഭക്തിപൂർവം ജപിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഇനി ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ക്ഷേത്ര ദർശനത്തിന് സാധിക്കാത്തവരാണ് എങ്കിൽ വീട്ടിലിരുന്ന് ശിവപുരാണം, ശിവസഹസ്രനാമം, അഷ്ടോത്തര ശതനാമസ്തോത്രം, ശിവ പഞ്ചാക്ഷരി സ്തോത്രം, വില്വാഷ്ടകം, ലിംഗാഷ്ടകം മുതലായ ശിവസ്തോത്രങ്ങൾ പാരായണം ചെയ്യുക. വൈകിട്ട് ക്ഷേത്രത്തിൽ പരമശിവന് അഭിഷേകം ചെയ്ത പാലോ നിവേദിച്ച കരിക്കോ വാങ്ങി കുടിക്കാവുന്നതുമാണ്.
പൂർണ്ണ ഉപവാസം നോൽക്കുന്നവർ അതുവരെ ജലപാനം പാടുള്ളതല്ല. ഋഷഭവാഹനത്തിൽ പുറത്ത് എഴുന്നള്ളത്ത് സമൂഹ നാമജപം, യാമപൂജ, പ്രത്യേക അഭിഷേകങ്ങൾ തുടങ്ങി ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രി ദിവസം വിശേഷ പൂജകൾ നടത്തി വരുന്നുണ്ട്. ഇവയിലെല്ലാം തന്നെ പങ്കെടുത്ത് രാത്രി ഉറക്കമൊഴിച്ച് തൊട്ടടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്നും മഹാനവരാത്രി തീർത്ഥം പാനം ചെയ്ത് ശിവരാത്രി വ്രതം അവസാനിപ്പിക്കാവുന്നതുമാണ്. ശിവരാത്രി ദിനത്തിലെ 5 യാമ പൂജയും തൊഴുതാൽ 1000 പ്രദോഷം നോറ്റ പുണ്യം ലഭിക്കും എന്നാണ് വിശ്വാസം. പൊതുവെ സർവാഭീഷ്ട സിദ്ധിക്കായി നോൽക്കുന്ന മഹാശിവരാത്രി വ്രതം ദീർഘായുസിനും അത്യുത്തമവും സകല പാപമോചകവുമാകുന്നു. ശിവരാത്രി വ്രതത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. മഹാശിവരാത്രി വ്രതം വളരെ ഫലപ്രദമായി തന്നെ കണക്കാക്കപ്പെടുന്നു. പ്രത്യേകിച്ചും അവിവാഹിതരായ സ്ത്രീകൾക്ക് ഈ വ്രതം വിശേഷം തന്നെയാകുന്നു. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന പെൺകുട്ടികൾക്ക് വ്രതാനുഷ്ഠാനത്തിന്റെ ഫലം ഉടൻ ലഭിക്കും എന്നും അവർക്ക് ആഗ്രഹിച്ചതായ വരനെ ലഭിക്കും എന്നാണ് വിശ്വാസം. വിവാഹിതരായ സ്ത്രീകൾ ഈ ദിവസം വ്രതം അനുഷ്ഠിച്ചാൽ അവർക്ക് ശാശ്വത ഭാഗ്യവും കുടുംബത്തിൽ ഐശ്വര്യവും വന്നു ചേരും. ശിവരാത്രിയിലെ ഒരു ദിവസത്തെ വ്രതം കൊണ്ട് മാത്രം നിങ്ങൾക്ക് വർഷം മുഴുവൻ പരമശിവനെ പൂജിച്ചതിന്റെ ഫലം ലഭിക്കുകയും ചെയ്യുന്നു. അതിനാൽ ശിവാനുഗ്രഹം ആഗ്രഹിക്കുന്ന ശിവഭക്തർ ശിവരാത്രി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കണം. ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുകയും രാത്രിയിൽ വിശേഷാൽ പരമശിവനെ ആരാധിക്കുകയും വേണം. ശിവരാത്രിയുടെ ശുഭമുഹൂർത്തത്തിലാണ് പരമശിവന്റെയും പാർവതി ദേവിയുടെയും വിവാഹം സംഭവിച്ചത് എന്നാണ് വിശ്വാസം. ശിവരാത്രി വ്രതം എടുക്കുന്ന ഭക്തരുടെ സകല ദുരിതങ്ങളും സർവേശ്വരൻ അകറ്റും എന്നാണ് വിശ്വാസം. ഗുരുപാപം, സ്ത്രീശാപം തുടങ്ങിയ മഹാപാപങ്ങൾ പോലും ശിവരാത്രി വ്രതം മൂലം ഇല്ലാതാകും എന്നാണ് വിശ്വാസം. ശിവപുരാണത്തിലും കമ്പരാമായണത്തിലും ദേവി ഭാഗവതത്തിലുമൊക്കെ ശിവരാത്രിയെ പറ്റി പരാമർശങ്ങളുണ്ട്. ഞാനെന്ന അഹങ്കാരത്താൽ മനസ്സിനും ബുദ്ധിക്കും ജരാനരകൾ ബാധിച്ച മനുഷ്യനെ അതിൽ നിന്നും മോചിപ്പിക്കാനായി ഭഗവാന് നൽകിയ ദിവ്യജ്ഞാനത്തെ ബുദ്ധിയിൽ മനനം ചെയ്യുമ്പോൾ ദുർവികാരങ്ങൾക്ക് അടിമപ്പെട്ട മനസ്സിൽ നിന്ന് ആദ്യം വിഷം വമിച്ചേക്കാം. എന്നാൽ ഭയപ്പെടാതെ അത് ഈശ്വരനിൽ സമർപ്പിച്ചാൽ ഈശ്വരൻ അത് സ്വീകരിക്കുന്നു. പിന്നീട് ബുദ്ധിയിൽ ഉദയം ചെയ്യുന്ന ഈശ്വരീയ ജ്ഞാനത്തിന്റെ അമൃതം മനസ്സിനെ ബാധിച്ച സർവജരാനരകളും നീക്കി അതിനെ ശക്തമാക്കി ജീവിതം സുഖ ശാന്തമയമാക്കുന്നു. ഇങ്ങനെ ഒരു വ്യക്തിയിൽ ശിവരാത്രി ദിനം ഭഗവാന്റെ അനുഗ്രഹം നിറയുക തന്നെ ചെയ്യും. ഞാൻ ഈ പരാമർശിക്കുന്നതായ സ്ത്രീകൾ ഒരിക്കലും വ്രതം അനുഷ്ഠിക്കുവാൻ പാടുള്ളതല്ല. അവരെക്കുറിച്ച് പരാമർശിക്കാം. ആർത്തവം, പുലവാലായ്മയുള്ള ഏതൊരു വ്യക്തിയും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുവാൻ പാടുള്ളതല്ല. എന്നാൽ വിധവകൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിനായി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. യാതൊരുവിധ തെറ്റുമില്ല. നിങ്ങൾക്ക് തീർച്ചയായും അനുഷ്ഠിക്കാവുന്നതാണ്. ഭർത്താക്കന്മാർ ഭാര്യയുടെ ആയുസ്സിനും നല്ല കുടുംബ ജീവിതത്തിനായി വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യാം. അത്തരത്തിൽ ചെയ്യാവുന്നതുമാണ്. തീർച്ചയായും ഏവരും ശിവരാത്രി വ്രതം ഈ പരാമർശിച്ച പോലെ തന്നെ ശരിയായ രീതിയിൽ എടുക്കുക. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും വന്നു ചേരും. ഏവരും ഓം നമഃ ശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക.